വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും ബനാനയും വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. കുട്ടികൾ എല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായി 8 പീസ് ബ്രെഡും 2 മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴവുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലിയ പഴമാണെങ്കിൽ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പഴം 4ആയി കട്ട് ചെയ്തതിന് ശേഷം ചെറുതായി ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ പഴമെല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടറിന് പകരം ഓയിലോ അഥവാ ഗീയോ ഉപയോഗിക്കാവുന്നതാണ്. പഴം ചേർത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇവ നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പഴം ചെറിയ തീയിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പഴമെല്ലാം ആവശ്യത്തിന് കുക്കായി ഒരു മാഷ് ആവുന്ന പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നീട് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ തേങ്ങയുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് സമയം കൂടെ ഒന്ന് ചെറിയ തീയിൽ വഴറ്റിയതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഒരു പ്ലേറ്റിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1/4 ടീസ്പൂൺ അളവിൽ സിനമൺ പൗഡറും എടുക്കുന്നുണ്ട്. ഇവ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. നമ്മൾ സ്നാക്ക് ഉണ്ടാക്കിയതിന് ശേഷം അതിന് മുകളിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര യൂസ് ചെയ്യുന്നത്. ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുക. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ അരികെല്ലാം ഒരു കത്തി ഉപയോഗിച്ച് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഒരു റോളർ ഉപയോഗിച്ച് നമ്മൾക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ബ്രെഡ് ഈ രീതിയിലൊന്ന് നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബനാന ഫില്ലിങ്സ് ഫിൽ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ 2 സൈഡിലും ആ മുട്ടയുടെ മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ബാക്കിയുള്ള പീസ് ബ്രെഡെല്ലാം ഞാൻ ഇതേ രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ബനാനയുടെ ഫില്ലിങ്സ് ഇതിനകത്തേക്ക് നിറച്ച് ആ മുട്ടയുടെ മിശ്രിതം ഒരു ബ്രഷിൽ മുക്കിയതിന് ശേഷം ആ സൈഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പീസ് ബ്രെഡും ഇതുപോലെ ചെയ്തതിന് ശേഷം ഞാനിവിടെ മാറ്റി വെച്ചിരുന്നു. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിശ്രിതത്തിലേക്ക് ഈ ബ്രെഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബ്രെഡ് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി വെക്കുകയാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ നിങ്ങൾക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് നേരിട്ട് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാ ബ്രെഡും ഇങ്ങനെ മുട്ടയുടെ മിശ്രിതത്തിൽ മുക്കി മാറ്റിയതിന് ശേഷമാണ് ഇത് ഒന്നിച്ച് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഫില്ലിങ്സോടുകൂടി ഇവിടെ ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഒരു ചെറിയ തീയിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 3-4 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ആ സമയത്ത് ചെറിയ രീതിയിൽ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ബ്രെഡിൻ്റെ എല്ലാ വശവും ഈ രീതിയിലൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ
ബ്രെഡ് എല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ ഈ ബ്രെഡ് നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് ബനാന സ്നാക്ക് റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.